ഇന്ന് മിക്കവാറും രാത്രി കുടിച്ച് ദിവസമായിരിക്കും. ഇന്നലത്തെ രാത്രി നമ്മുടെ അച്ഛനും കാണും. കഴിക്കുന്നില്ലേ? ഉണ്ട്. ആഫ്റ്റർ ആണോ? രാത്രി വരില്ലേ? രാത്രി വരണം. രാത്രി ഇതൊക്കെ ലൈവ് പൊളിക്കണം. റൊമാൻസിലിരുന്നു ഇന്നത്തെ ലൈവ് അങ്ങർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടേക്കുന്നു. കാർത്തൂനും മെറസിനും കുറെ അന്വേഷിച്ചു ഇന്നത്തെ ലൈവ്. രാത്രി വരില്ലേ? എനിക്ക് ഉറങ്ങാൻ ടൈമായി. ഞാൻ പുറത്തു പോവാ. എനിക്കൊരു ഗസ്റ്റ് ഉണ്ട്. ജമ്മു മെസ്സേജ്. എന്താ പറഞ്ഞേ? കണ്ടിക്കണാ? ടീമിൽ വന്നേ പറഞ്ഞിക്കണാ? എടാ എന്റെ മെസ്സേജ് ഒന്ന് കണ്ടില്ലെങ്കിൽ ജമ്മു. കണ്ടില്ലേ? ജമ്മുവേ മെസ്സേജ് അയച്ചോളാം. അപ്പൂസേ ജമ്മു വന്നോ? ബിസി ആയിരിക്കും. ബിസിയാവും. ഇപ്പൊ അടുത്തൊന്ന് നാട്ടിൽ പോവല്ലേ? ബട്ടറും നാട്ടിൽ പോണു. ബട്ടറും ജൂണിലല്ലേ വരിക? ജൂണില്. ഞാനും അടുത്ത മാസം പോണു. ജമ്മു നാട്ടിൽ പോണു അടുത്ത മാസം. നല്ല ഗെയിം അല്ലേ? ആദ്യ കുർബാന ഉണ്ടോ അടുത്ത മാസം? ഉണ്ട്. പ്രായം 14 വയസ്സായില്ലേ? ഇനിയുണ്ട്. ഈ പ്രാവശ്യം എല്ലാവരും ഒരുമിച്ച് 3 പേരുടെ പരിപാടി ഒറ്റ പന്തലില്. പിന്നെ വേണം ഇതില്ലല്ലോ. എനിക്ക് എന്തെല്ലാം മേടിക്കണം. എനിക്ക് ഡ്രസ്സ് മേടിക്കണം. എനിക്ക് ഇങ്ങനെയൊക്കെ മതി. വേണ്ട, വീഡിയോസ് ഒക്കെ എടുക്കാനുള്ളതല്ലേ. ഹായ് ചേച്ചി. ഹായ്.
ഇല്ലടാ ഷമീമ. ജയറാത് അച്ചായനെ കാണാൻ കിട്ടാ, അതൊന്നുമല്ല. നല്ല സാരി. ബട്ടറോ എന്റെ കാര്യം പറഞ്ഞില്ലേ? ഹസ്ന പാവ എൻ്റെ ഹസ്നെ സ്വന്തമായിട്ട് ലൈവ് ചേർച്ചത് അച്ചായന് ഡ്യൂട്ടിയിലാവും, ആൾ ഓൺലൈനിലില്ല. ഓൺലൈനിൽ അബുദാബിയിലല്ല ആള്. എന്തോ ഷാദിക്ക് പോയിക്കപ്പം അവിടെ വെള്ളക്കെട്ട് എനിക്ക് ഫോട്ടോ ഇട്ട് തന്നിട്ട് വെള്ളത്തിൽ പെട്ടാന്ന്. ചെറിയ വണ്ടികളൊക്കെ താന്നു പോകുന്നു. വേണ്ട, നമ്പറൊന്നും മേടിക്കണ്ട. നമ്പർ തരാത്ത ആളാണ് ജെമിനി ഗിഫ്റ്റ്. അല്ല ബട്ടറോ, നമ്പർ എനിക്ക് വേണ്ട. ആളുടെ വോയിസും ഞാൻ കേൾക്കണ്ട, നമ്പറും വേണ്ട. ഇപ്പോഴല്ല, തരേണ്ട സമയത്ത് തരും, കാണുന്ന സമയത്ത് കാണും, അത് മതി. ഇതൊന്നും കാണില്ല. അല്ല ബട്ടറോ, എൻ്റെ വിവിയണ്ണ അങ്ങനെയല്ലായിരുന്നോ? കാണുന്ന സമയം കാണും, അതല്ലേ നല്ലത്. കാണേണ്ട സമയത്ത് ആ സമയമാകുമ്പോൾ കാണും. നമ്പർ വേണ്ട അച്ചായൻ്റെ. എൻ്റെ നമ്പർ അറിയാൻ പാടില്ല, അച്ചായനക്ക് പബ്ലിക് എടുക്കുന്നില്ലേ. അല്ല ബട്ടറോ, അല്ല ചെയ്യാറോ, കാണേണ്ട സമയത്ത് അതാണ് ഒരു ത്രില്ല്. അത് മറ്റുള്ളവരെ പോലെ ചില ആൾക്കാരെ ഗിഫ്റ്റ് അടിച്ചിട്ട് ഈ ഒരു ഇത് തന്നെ അങ്ങനെയൊന്നുള്ള ആളല്ല. അതിലെ ഷർദു അങ്ങനെയാ. അല്ല ബട്ടറോ, ഷർദു കുപ്ലേരിയില്ലേ, എത്ര വർഷം എൻ്റെ ഫ്രണ്ടായിട്ട് എനിക്ക് ഗിഫ്റ്റ് അടിക്കുന്ന. ഇതുവരെയായിട്ട് അവൻ്റെ വോയിസോ അവൻ്റെ ഫോൺ നമ്പർ എൻ്റെ കയ്യിലില്ല. എത്ര വർഷമായി. ഇതേ ജമ്മു എത്ര വർഷമായി ഗിഫ്റ്റ് അടിക്കുന്നു. ഇതുവരെയായിട്ടും ഓൺലി ഒരു വോയിസോ ഒരു ഫോൺ നമ്പറോ എൻ്റെ കയ്യിലില്ല. ഈ 3 പേരുടെ. അതാണ്, അങ്ങനെ വേണം. ഇത്രയും കണ്ടില്ല, കാണും. ഇന്ത്യയുള്ളൂ നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ സുഖം പോയി. പിന്നെ അവർ നമ്മളെ കളഞ്ഞിട്ട് പോകും. നമ്മൾ പ്രണയിച്ച് കുന്നോളം പ്രണയിച്ച് നടക്കണം. അപ്പോഴേക്കും അവരുടെ മനസ്സിലും രണ്ടാളുടെ മനസ്സിൽ പ്രണയം കൂടും. അപ്പോൾ അവർ നമ്മൾ ടച്ച് പോത്തില്ല. നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞിട്ടില്ല, ആ ത്രില്ല് പോകും. അത് കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ, ആ ഒരു സുഖമുള്ളൂ, അവർ കളഞ്ഞിട്ട് പോകും. അങ്ങനെയല്ല. അല്ല അപ്പൂ, നമ്മൾ കറക്റ്റ് അല്ല അപ്പൂ. നമ്മൾ ഒരുപാട് സ്നേഹിക്കാം, ഒരുപാട് വർഷത്തോളം കാണാതെ വോയിസ് പോലും കേൾക്കാതെ ഉള്ള ചാറ്റിങ് കൂടെ മാത്രം മ്യൂസിക് കാണും. അപ്പോഴേക്കും എന്താക്കും, രണ്ടുപേരുടെ ഇടയിൽ നല്ല പ്രേമം പോവാണ്. അതാണ്. അല്ലാതെ കുറെ ഗിഫ്റ്റ് അടിച്ച് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ നമ്പർ പബ്ലിക് അറിയാൻ വേണ്ടിട്ടാ നമ്മളെ കാണാൻ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ആ ഒരു ഇതിന് വേണ്ടിയിട്ട് വരുന്ന. അത് കഴിഞ്ഞ് അവർ പോയി, പിന്നെ അവർ നമ്മുടെ വസ്തുക്കേ വരുന്നില്ല. എന്താ അപ്പോൾ ഇപ്പം നമുക്ക് ഗിഫ്റ്റ് അടിച്ചിട്ട് കുറച്ച് ഗിഫ്റ്റ് അടിച്ച് 10, 15, 25, 30 ലെവലാക്കി, 40 ലെവലാക്കി അവർ വരെ നമ്മളെ കാണാൻ നമ്മുടെ PM വരുന്ന P നമ്പർ ചോദിച്ച് നമ്മളെ കാണാൻ വരുന്ന. അവർക്ക് വേണ്ടത് ഇതിന് വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇതാക്കി കഴിഞ്ഞാൽ അവർ പോയി. പിന്നെ ആ സുഖമില്ല, അവർ പ്രേമിക്കാനൊന്നിനുമല്ല വരുന്നത്, എൻജോയ്മെൻറ്റിന് വരുന്ന. ചിന്തിക്കണം. അങ്ങനത്തെ ആൾക്കാരല്ല ഈ പറയണം 3 പേരും. എത്ര വർഷമായി ഈ ജമ്മു ഞാനും എന്തിനു വിളക്കാവും. ഷാർദിൽ കുപ്ലേരി വിളക്ക അടിപൊളി. എത്ര വർഷമായെന്നറിയോ. ഇതിപ്പോൾ ഈ അച്ചായൻ്റെ വോയിസൊന്നും ഞാൻ കേട്ടിട്ടില്ല, നമ്പർ കൂടി എനിക്ക് തന്നിട്ടില്ല.
ജോലിയൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, വീടും കാര്യങ്ങളൊക്കെ എനിക്കോട് പറഞ്ഞിട്ടുണ്ട്. ജമ്മുവിനെ നമുക്കറിയാം. അങ്ങനെ വേണം സപ്പോർട്ട് ചെയ്യുമ്പോൾ. ഗിഫ്റ്റ് അടിച്ചിട്ട് പിറ്റേ ദിവസം കാണാൻ വരുന്നത് ഇതില്ല. എന്തേ അപ്പു ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? അസുഖം പോവും. ആടെ ചെറുതു ചില ആൾക്കാരുണ്ട് ഗിഫ്റ്റ് അടിച്ചിട്ട് അപ്പൊ കാണാൻ വരും. എൻ്റെ PM കുറെ പേര് വരുന്ന അത് പറഞ്ഞ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എത്ര ഡീസൻ്റാന്ന്. ഇത്ര നാളായിട്ട് ഞാൻ നിന്റെ ഒരു വോയിസ് പോലും ഞാൻ കേട്ടിട്ടില്ല. അത് പറഞ്ഞതാ സത്യം. നീയൊക്കെ എത്ര ഡീസൻ്റ് എന്ന് പറയാം ഞാൻ. നീ ജമ്മു അച്ചായൻ ഇതുവരെയിട്ട് വോയിസേ കേട്ടിട്ടില്ല. നിങ്ങളുടെ 3 പേരുടെയും വോയിസും കേട്ടിട്ടില്ല, ഫോൺ നമ്പറും ഇല്ല. അന്ന് എൻ്റെ നമ്പർ എല്ലാവരുടെ കയ്യിലും ഉണ്ട്, നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ടാവും ഇല്ലേ? അത് അങ്ങനെ വേണം. ബാക്കിയൊക്കെ ഗിഫ്റ്റ് അടിച്ചിട്ട് നമ്മളെ കാണാൻ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് അതൊക്കെ അവരെ അതിന് ആ ഒരു വട്ടം കണ്ടാൽ പിന്നെ പോകും. അപ്പളെ നമ്മൾ നോക്കുമ്പോൾ ഞാൻ കേളാ. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോഴല്ല അവന്മാർ നമ്മുടെ ഓപ്പോസിറ്റ് അടിക്കും. അപ്പോഴാണ് എനിക്ക് പ്രഷർ കയറുന്നത്. ഞാൻ വിശ്വസിച്ചു. ചെറുപ്പേ എത്ര വർഷമായി ഇതിപ്പോ ഇവനെയാണ് നമുക്ക് തിരിച്ചറിയാം. ബിജി ചേച്ചി പൊന്ന സ്റ്റൈലാണോ ഇല്ല? ഓ മൈ ഗോഡ് സത്യം. പക്ഷെ അതാണ് നല്ലത്. അങ്ങനെ വേണം, സപ്പോർട്ടർമാർ അങ്ങനെയാണ്.